കുറെ കാലായി നിങ്ങൾ ആട്ടുന്നിപ്പോൾ ഞാൻ ഇവിടെ കടന്ന് കൊള്ളുന്നു. ഇനി ഇന്ന അതിന് കിട്ടൂല നിങ്ങൾക്ക്. എന്തുണ്ടാക്കി തന്നാലും നിങ്ങൾക്ക് ഒരു കുറ്റം പറിച്ചില്. ഞാനേ എന്റെ മക്കളെടുത്തേക്ക് പോവാ. പൊന്നു പോലെ നോക്ക് ഐറ്റിങ്ങൾ ഇന്നെ. പിന്നെ ചെല്ലടി അന്നേരം പിടിച്ചു വെച്ചിരിക്കണ ഇവിടെ. ഇജ്ജ് എന്താ വിചാരിച്ച് ഇജ്ജ് പോയി കഴിഞ്ഞാൽ ഞാനിവിടെ കെട്ടി തൂങ്ങിച്ചാവുന്നോ? നല്ല അന്തസ്സായിട്ട് തന്നെ ഗംഗാരം ജീവിക്കും. സ്വന്തമായിട്ട് ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കാൻ അറിയാം നിങ്ങൾക്ക്? മുറ്റത്തേക്ക് ഇറങ്ങുമ്പോ വരെ ഷർട്ട് ഞാൻ കൈമ കൊണ്ടേ കൊടുക്കണം. ഇവിടെ ജീവിക്കും പോലും. ഞാൻ ഇവിടെ ഇല്ലെങ്കിലേ പട്ടിണി കടന്ന് ചാവേ ഉള്ളൂ നിങ്ങള്. അന്നെക്കാളും നന്നായിട്ട് ചോറും കറി ഉണ്ടാക്കാൻ എനിക്കറിയടി. ഞാൻ അങ്ങനെ പട്ടിണി കിടന്ന് ചാവാനൊന്നും പോലില്ല. ഇയ്യ് മാത്രം ലോകത്ത് ഒരു ചോറും കറിയും വെക്കണ ഒരു പെണ്ണുള്ളൂ. എന്താന്നല്ലേ ഗംഗാരനെ തോപ്പിക്കാൻ നോക്കല്ലേ. എന്നാ പിന്നെ ഇനി സ്വന്തമായിട്ട് അങ്ങോട്ട് വെച്ചുണ്ടാക്കി തിന്നാ മതി നിങ്ങള്. ഞാൻ ഇല്ലാത്ത കുറവ് നിങ്ങൾ അനുഭവിക്കാൻ പോണേ ഉള്ളൂ. നീ എല്ലാത്തിനും ഒരു കുറ്റം പറിച്ചില്ല നിങ്ങൾക്ക്. ഒറ്റക്ക് അങ്ങോട്ട് ജീവിച്ചൂടി. എന്തേ പോന്നത്? എന്റെ മക്കളൊന്നും എന്നെ വീട്ടിൽ കയറ്റിയില്ലേ? അതിന് കയറ്റാൻ വേണ്ടി ഞാൻ മക്കളുടെ അടുത്തേക്കൊന്നും പോയില്ലല്ലോ. എന്തേ പോവാഞ്ഞ്? വണ്ടിക്കൂലി ഇല്ലേ? ഇനിയോ പോവാൻ എനിക്ക് മനസ്സില്ലേ. നിങ്ങളൊന്ന് അങ്ങോട്ടേക്ക് ആ താക്കോലം കടിക്ക്. നിങ്ങൾ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയിട്ടും തിന്നിട്ടും ഉണ്ടാവില്ല. എനിക്ക് നന്നായിട്ട് അറിയാം. അകം പോയി എന്താ ഉണ്ടാക്കട്ടെ. എനിക്കറിയില്ല നിങ്ങൾക്ക് വലിയ വർത്താനം തന്നെ ഉണ്ടാവും എന്നുള്ളത്. എന്റെ ദൈവമേ, ഞാനിതിപ്പോ എന്തെടുത്താ കാണുന്നേ? ഇത് നിങ്ങൾ ഉണ്ടാക്കിയാന്നേ? പിന്നെ ഇതിനെ പറ്റി എന്താ വിചാരിച്ചേ? അപ്പൊ നിങ്ങൾ ഉണ്ടാക്കാനൊക്കെ അറിയാനില്ലേ? നല്ലോണം. എന്നിട്ട് നിങ്ങൾ ഇതെന്താ കഴിക്കാഞ്ഞേ? പിന്നെ വിശപ്പില്ലാഞ്ഞിട്ട്. എനിക്കറിയില്ല നിങ്ങളെ. നിങ്ങൾക്ക് ഇത് തിന്നുമ്പോഴേ എന്നെ രണ്ട് കുറ്റം പറയാത്തത് ഇങ്ങോട്ട് ഇറങ്ങോ? അതുകൊണ്ടാ ഞാൻ ബസ് കയറിയിട്ട് പകുതി ദൂരെത്തിയപ്പോ അങ്ങോട്ട് പോകുന്ന തന്നെ. ഓളൊരു സ്നേഹം. വേഗാട് വെച്ചിട്ടേ ഇവിടെ ഇരിക്കേ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അത് വേണ്ട, നിങ്ങൾ ആദ്യം കഴിക്കും. നിങ്ങൾ കഴിച്ചതിന്റെ ബാക്കി ആ പ്ലേറ്റിൽ തിന്നുമ്പോഴാണ് എനിക്കൊരു സന്തോഷം ഉണ്ടാവുക.